നേപ്പാളിലെ മിന്നൽ പ്രളയം ടിബറ്റിലും കനത്ത നാശമാണ് വിതച്ചത്. ടിബറ്റിൽ നിന്നും 3 മൃതദേഹങ്ങൾ ലഭിച്ചതായും 558 പേരെ കണ്ടെത്താനുണ്ടെന്നും ഔദ്യോഗിക വിവരം. അതേസമയം ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെക്കുകയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. മിന്നൽ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ തിബറ്റൻ മേഖലയിലെ ഹിമതടാകം മുറിയാൻ സാധ്യതയുണ്ടെന്ന് ചൈന നേപ്പാളിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2 ദിവസം ജാഗ്രത പാലിക്കണമെന്നാണ് ചൈനയുടെ മുന്നറിയിപ്പ്. നേരത്തെ ചൈന മുന്നറിയിപ്പ് നൽകിയില്ലെന്ന വാർത്തകൾ വ്യാജമെന്ന നിലപാടിലാണ് ചൈനീസ് ഭരണകൂടം. സാധ്യമായ വിവരങ്ങൾ പങ്കുവെച്ചെന്നാണ് ചൈനയുടെ നിലപാട്. ചൈന നേപ്പാളിന് വിവരങ്ങൾ നൽകിയില്ലെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ചൈനയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്ന ആരോപണം ഉയർന്നിരുന്നു. നേപ്പാൾ ചൈന അതിർത്തിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ തിബറ്റിലും കനത്ത നാശമുണ്ടായി എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 558 പേരെ കുറിച്ച് വിവരമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. തിബറ്റൻ മേഖലയിലെ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനവും അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുകയാണ്. അതിർത്തി പ്രദേശത്ത് ചൈനയുടെ നിരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നേപ്പാൾ മറ്റ് രാജ്യങ്ങളുടെ രക്ഷാപ്രവർത്തനത്തിൽ അടക്കമുള്ള സഹായ വാഗ്ദാനങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ തിബറ്റൻ ജനത ധർമ്മശാലയിൽ തിബറ്റിലെ ജനങ്ങൾക്കായി പ്രത്യേക പ്രാർത്ഥന നടത്തി. ചൈന തിബറ്റൻ ജനതയെ അടിച്ചമർത്തി പ്രദേശത്ത് ഏകാധിപത്യ ഭരണം സ്ഥാപിച്ചെന്ന വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചൈന തിബറ്റൻ പ്രദേശത്തെ മിന്നൽ പ്രളയത്തിന്റെ വിവരങ്ങളും മറച്ചുവെക്കുന്നത്. ജനം, ഡൽഹി.